ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡലിയും സാമ്പാറും ഉണ്ടാക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ഈ പൂ പോലത്തെ ഇഡലി ഉണ്ടാക്കാൻ 3/4 ഗ്ലാസ് ഉഴുന്ന്, ഈ ഉഴുന്നെടുത്ത ഗ്ലാസ്സിന് തന്നെയാണ് കേട്ടോ അരി എടുക്കണത്. 2 ഗ്ലാസ് പച്ചരി, അതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉലുവയും കൂടി എടുക്കുന്നുണ്ട്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം 5 മണിക്കൂറാണ് കേട്ടോ ഞാൻ കുതിർത്താൻ വെക്കുന്നത്. അരി കുതിർത്താൻ വെച്ച വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഈ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ അരി വെള്ളത്തിലിട്ടൊരു 5 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതൊരു 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള അരി അരയ്ക്കുന്ന സമയത്ത് 1 കപ്പ് ചോറും കൂടി അതിൽ ഇട്ട് കൊടുക്കുക. ഇഡലി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചോറ് കൂട്ടുന്നത്. അപ്പോൾ അരി മുഴുവനും അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൈ നല്ലോണം കഴിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. മാവിൽ ഞാൻ രാവിലെയാണ് കേട്ടോ ഉപ്പിടുന്നത്. കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിനെ കൊണ്ട് രാവിലത്തേക്ക് നല്ലോണം ഈ മാവ് പതഞ്ഞ് പൊങ്ങൂട്ടോ. തരച്ച് വയ്ക്കുക, ബാക്കി രാവിലെ കാണാം. രാവിലെ സാമ്പാറാണ് ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഈ അളവിലാണ് ഞാൻ പച്ചക്കറികൾ സാമ്പാർ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂണ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റും ഉള്ളിയും ഉരുളൻകിഴങ്ങും ബീറ്റ്റൂട്ടും പരിപ്പും ആദ്യം കുക്കറിലിടുക. പാകത്തിന് ലേശം വെള്ളം ഒഴിക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് മൂടിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. അതവിടുന്ന് വേവട്ടെ. ഇഡ്ഡലി മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മാവ് വല്ലാതെ കട്ടിയിലാണെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ ഇഡ്ഡലി തട്ടിൽ മാവ് കോരി ഒഴിക്കുക. ആദ്യം ഒന്ന് എണ്ണ എന്തെങ്കിലും തടവിയിട്ട് വേണം മാവ് കോരി ഒഴിക്കാൻ. ഇഡ്ഡലി ചെമ്പിൽ ആദ്യം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം വേണം തട്ട് വയ്ക്കാൻ. ഇഡ്ഡലി എടുക്കുന്ന സമയത്തെ തട്ടിലൊട്ടി പിടിക്കാതിരിക്കാനാണ് ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. മാവ് കോരി ഒഴിച്ച് ചെമ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് മൂടിയിട്ട് അടച്ചിട്ട് അവിടെ കിടന്ന് വേവട്ടെ. ഇനി വെണ്ടയും വഴുതനയും ഒന്ന് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ചീഞ്ചട്ടിയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നുവെച്ചാൽ സാമ്പാറിൽ ഈ വെണ്ടയും വഴുതനയും വല്ലാതെ വെന്ത് കുഴഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ വെച്ച പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ള കഷ്ണങ്ങൾ അതിലിട്ട് കൊടുക്കുക. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടിയിട്ടിട്ട് വിസിൽ വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഗ്യാസ് ഓഫാക്കുക. വെണ്ടയ്ക്കും വഴുതനങ്ങയ്ക്കൊന്നും വലിയ വേവില്ലല്ലോ, അത് വെന്തുടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഷ്ണാണെന്ന് വേവട്ടെ. ഇഡ്ഡലി എന്തായി നോക്കുക, ചെമ്പ് തുറന്ന് നോക്കുക. ഇഡ്ഡലി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. സാമ്പാർ മസാലേൻ്റെ കൂടെ 4 ടേബിൾ സ്പൂണ് തേങ്ങ വറുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. പരിപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക. മറ്റ് കട്ട കെട്ടിപ്പോവും കേട്ടോ. ഒരു 3/4 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. സാമ്പാറൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ സാമ്പാറായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 3/4 ടീസ്പൂണ് കടുകിട്ടിട്ട് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മൂത്തതിന് ശേഷം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇഡ്ഡലിയിലേക്കുള്ള ഒരു അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ മാവ് കൊണ്ട് തന്നെ കുറച്ച് ദോശയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അത് ചിലർക്ക് ഇവിടെ ഇഡ്ഡലി പറ്റും, ചിലർക്ക് ദോശയേ പറ്റുള്ളൂ, അങ്ങനെയാണ്. പൂ പോലത്തെ ഇഡ്ഡലിയും നല്ല മൊരിഞ്ഞ ദോശയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെ ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.